Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് കയറുന്നേ ഉള്ളൂ. പ്രയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആരാണ് പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത് പ്രയർ? ആരുമില്ലെങ്കിൽ ഞാൻ പ്രയർ പാടാം. ഓക്കെ, സൗമ്യ ചെയ്തു. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടുണർത്തി അതിപല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീനക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട നായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം നരലോകമെത്തേക്കും ആനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. Good afternoon, Miss. Good afternoon, all. ഓക്കെ, സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ചെയ്യാമോ ആരെങ്കിലും? മാം തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ മാം. തൊട്ട് പറഞ്ഞോളൂ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കിയുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. തോട്ട് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഓക്കെ, സൈൻ ഇൻ ചെയ്യൂട്ടോ. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. സൈനിങ് ഒരു തോട്ട് പറയട്ടെ മാം. ഓക്കെ. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. മഹാത്മാഗാന്ധി. സൈൻ ഇൻ ബൈ വിനിഷ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? സ്റ്റോറി പറയാനുണ്ടെങ്കിൽ പറയാം, ആക്ഷൻ സോങ് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കട്ടെ. എന്താണ്? ഒരു ഇംഗ്ലീഷ് സ്റ്റോറി. ഓക്കെ. It's a small story. Ant's Feast. One day, Anu the ant was walking through the hallway of a house. He was hungry and was eagerly searching for something to eat. Suddenly, he saw a piece of biscuit on the floor. His mouth watered. It looked so yummy. Wow, a biscuit! He wanted to eat it right away. Anu rushed towards the biscuit and started eating it. Wow, see it's sweet! Anu exclaimed and continued eating. But there were people walking around. It was too dangerous to stay there. If he was not careful, he could get stepped on. So Anu decided to carry the biscuit back to his home. He tried to lift the biscuit,
but it was too heavy. He bit one side and tried to pull it, but it didn't move. Oh no, it's too heavy, he said to himself. He had to act fast before someone stepped on him or the biscuit. How can I bring this home? He wondered. Then Anu felt a little ashamed. It was not right to try and keep all the food for himself. The biscuit was big, too big for just one ant. If he shared it, others could enjoy it too, and they would be happy. He had a new idea. If more ants helped, they could move the biscuit easily. So Anu rushed back to the ant colony and called his friends. Hey friends, come with me. I have found a big biscuit. Anu shouted. Ants followed Anu in excitement. They walked in a line and Anu led them to the biscuit. They all come together and worked as a team. After a lot of effort, they finally moved the biscuit. If we work together, nothing can stop us. Unity is strength, Anu said. They carried to their home and shared it with everyone. All the hands were happy and thanked Anu for the tasty feast. Thank you, ma'am. Okay, very good. നന്നായിരുന്നു കേട്ടോ. Thank you. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ മോട്ടിവേഷണൽ സ്റ്റോറി എഴുതി കൊണ്ടുവരാം കേട്ടോ. മോട്ടിവേഷണൽ ലൈഫ് സ്റ്റോറി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും തന്നെ എഴുതി കൊണ്ടുവരിക. ആക്ടിവിറ്റി ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു? മീസിൽസ് പറഞ്ഞായിരുന്നോ? ടൈഫോയിഡ് എവിടം വരെയാണ് എടുത്തത്? കഴിഞ്ഞോ? അല്ലെങ്കിൽ ചാപ്റ്റർ ഫിനിഷ് ചെയ്തോ? അത് ഫുള്ളായി, ചാപ്റ്റർ ഫുള്ളായി. പുതിയ ചാപ്റ്റർ എടുക്കാന്നാ പറഞ്ഞ പുതിയത്. ചൈൽഡ് വെൽഫെയർ എടുക്കുന്നുണ്ടോ മാം? ചൈൽഡ് വെൽഫെയർ നിങ്ങൾക്ക് എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, എടുത്തിട്ടില്ല. ഇല്ല, അത് എടുക്കുന്നില്ല. അത് നോക്കാം നമുക്ക്. ആരെങ്കിലും എടുത്തില്ലെങ്കിൽ, ഏതെങ്കിലും ടീച്ചേഴ്സ് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് എടുക്കാം കേട്ടോ. പാർട്ട് 2 തന്നെയാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. ഓക്കെ, പാർട്ട് 2 നിങ്ങൾക്ക് നീഡ്സ് എന്ന ചാപ്റ്റർ വേണോ, ഡിഫൻസ് മെക്കാനിസം വേണോ? ഏതാണ് വേണ്ടത്? ഇഷ്ടമുള്ളത് പറയാം, ഏതായാലും മതി. ഓക്കെ, ഒരു സെക്കൻഡ് ഇട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ഓക്കെ,
അപ്പൊ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ന്യൂ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടെങ്കിൽ തുറന്നു പറയാവുന്നതാണ്. ഓക്കെ. അപ്പൊ വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? സ്വയമേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും മാറ്റാൻ വേണ്ടി നമുക്ക് ഹീൽ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെക്കാനിസംസ് ആണെന്ന് തോന്നുന്നു ഈ ഡിഫൻസ് മെക്കാനിസം. അതാണ് ഇതിന്റെ ഇന്നർ കോർ മീനിങ് എന്ന് വിചാരിക്കുന്നു. മൊത്തമായിട്ട് മനസ്സിലായില്ല, അതാണെന്ന് വിചാരിക്കുന്നു. അതിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ഘടകങ്ങൾ നമ്മുടെ സ്മൂത്ത് ഡെവലപ്മെന്റ്, സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതിനെല്ലാം സ്വയമേ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉരുപ്പെടുത്തി എടുക്കുന്ന ഒരു മെക്കാനിസം അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അതായത് നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ? അപ്പോ നമ്മൾക്ക് എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖമാകണം എന്നില്ല. എന്താ പറയാ, രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഒരു മനുഷ്യൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നേ? എപ്പോഴും സന്തോഷം തരുമോ ദൈവം?
ഒരിക്കലും ഇല്ല അല്ലെ? എപ്പോഴും ദുഃഖം തരുമോ? ഒരിക്കലും ഇല്ല അല്ലെ? ദുഃഖത്തിനിടക്ക് സന്തോഷിക്കാനും പറ്റും, സന്തോഷത്തിനിടക്ക് ദുഃഖിക്കാനും പറ്റും. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ ഈ മനുഷ്യന്റെ ജീവിതത്തില് എന്താ പറയാ, ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം അല്ലെ? ഇപ്പൊ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒക്കെ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് അത് പെട്ടെന്ന് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യും. അതായത് ഇപ്പൊ ഒരാള് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്, അയാളുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കാം. അയാളുടെ മനസ്സിന് അത് വലിയൊരു ആഘാതമായിരിക്കും അല്ലെ? ഭയങ്കരമായിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാം. ചിലപ്പോ നമ്മള് പുറത്ത് കാണിക്കുന്നില്ലായിരിക്കാം, ഉള്ളിൽ ഒതുക്കി വെക്കും. ചില വ്യക്തികൾ അങ്ങനെയാണ്, എന്തെങ്കിലും വിഷമങ്ങളോ പ്രതിസന്ധികളോ നേരിട്ട് കഴിഞ്ഞാല് അത് ഉള്ളിൽ ഒതുക്കി വെക്കും. ഓക്കെ, ഇനി ചില ആളുകളാണെങ്കിൽ പൊട്ടിക്കരയും. ഓക്കെ, പിന്നെ ചില ആളുകളാണെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, ഭയങ്കര വയലന്റ് ആകും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ചുറ്റിനുള്ളത്. എല്ലാവരും ഒരേപോലെ അല്ല. ഓക്കെ, ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസും എല്ലാവർക്കും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ മെന്റലി ആയിട്ടുള്ള ഇമോഷൻസും പലർക്കും വ്യത്യസ്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയില് നമ്മൾക്ക് കുറെ നേരം ആ ഒരു എന്താ പറയാ റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കാം, നമ്മൾ എന്നും ഒന്നും അത് മാത്രം ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം തള്ളി നീക്കുമോ? ഇല്ല ഇല്ല അല്ലെ? ചിലപ്പോ കുറച്ചു നേരത്തേക്കായിരിക്കും ചിലപ്പോ നമ്മുടെ ആ ഒരു വിഷമങ്ങൾ കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നത്. പിന്നീട് നമ്മളെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോ അത്തരം അതായത് അങ്ങനെ നമ്മുടെ മനസ്സ് തന്നെ നമ്മളുടെ ചില വിഷമങ്ങളെയും അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളെയും ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്നു. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ അധികം രീതിയിൽ വാരി വലിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഫുൾ ട്രാൻസ്ലേഷൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതല്ലേ കുറച്ചും കൂടി ബെറ്റർ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ആളുകൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തില് അതായത് ആ മനുഷ്യന്റെ മനസ്സ് സ്വയം തന്നെ അതിനെ പ്രതിരോധിക്കുന്നു. ഇങ്ങനെ പ്രതിരോധിക്കുന്നതിലൂടെ ആത്മസംഘർഷം, അതായത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പല ബെനിഫിറ്റ്സും അതുമൂലം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ നിൽക്കുവാണെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണെന്ത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ നിൽക്കുവാണെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കാൻ അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ മനസ്സ് കണ്ടെത്തുന്ന പ്രതിരോധ മാർഗത്തെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയേ. ഒന്നും കൂടി പറയണോ? നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ നിൽക്കുവാണെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കാൻ, സമാധാനം കണ്ടെത്താൻ നമ്മുടെ മനസ്സ് തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണെന്ത് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വ്യക്തികളാണ്
വ്യക്തികൾക്ക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പൊ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാല് ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. പലർക്കും പല വിധത്തിലായിരിക്കും. ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഭയങ്കരമായിട്ട് കരയുന്ന ആളുകളായിരിക്കും. എപ്പോഴും കരച്ചിൽ, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി മറ്റു ചിലരെന്ന് പറഞ്ഞാല് സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നവരായിരിക്കും. അങ്ങനെ ആളുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തരാണ്. അപ്പോ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അബോധ മനസ്സിൽ എന്ത് ചെയ്യും? അത് കുഴിച്ചു മൂടും. ഓക്കെ, ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ അത് മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അബോധ മനസ്സുണ്ട്, അതിനകത്ത് കുഴിച്ചു മൂടാനായിട്ട് നോക്കും. ചില വ്യക്തികളാണെങ്കിലും മറക്കാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റു ചിലരാണെങ്കിൽ ഇത് ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ശരിയാണോ? ആണ്, എഗ്രി ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ എന്താ പറയാ, ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ വ്യക്തികളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടാണ് ഇത് മാറി മാറി വരിക. ഇപ്പൊ സംഗീതയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിരിക്കും ശ്രമിക്കുന്നത്. ഇനി റസ്മിനയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അത് മറക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഷമീമൊക്കെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ചെയ്യുക. ഇത് എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരിക്കും ചെയ്തത്. അപ്പൊ ഈ സംഗീതയും ഷമീമയും റസ്മിനയും 3 രീതിയിലാണ് എന്ത് ചെയ്തത്? ആ ഒരു കാര്യത്തിനെ പ്രിവെന്റ് ചെയ്തത്. അപ്പോ അത്തരത്തില് മനസ്സ് സ്വയം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, അതായത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഡിഫൻസ് മെക്കാനിസം. അതായത് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ നമ്മുടെ ബോഡിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാറില്ലേ? എങ്ങനെയൊക്കെയാ നമ്മുടെ ബോഡിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നേ? ഈറ്റ് ഗുഡ് ഫുഡ്, പിന്നെ എന്താ അണുക്കളെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട്, പിന്നെ വസ്ത്രം, അങ്ങനെയൊക്കെ നോക്കൂല, വൃത്തി, അങ്ങനെയൊക്കെ. നമ്മുടെ ഹൈജീൻ കാര്യങ്ങൾ, നമ്മള് വെയില് കൊള്ളാതിരിക്കാൻ ശ്രമിക്കും. അത് ബോഡിക്ക് ഇതാണല്ലോ, ബാഡ് ആയിട്ടുള്ള ഇതല്ലേ ഉണ്ടാക്കുന്നേ. മഴ കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ? അതുപോലെ നമ്മൾ അത്യാവശ്യം സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യും അല്ലെ? ഒരു പട്ടിയെ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക, നമ്മളെ നമ്മളെ കടിക്കാനായിട്ട് ചാടി വരുവാണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഓടി രക്ഷപ്പെടാറുണ്ട് അല്ലെ? അതൊക്കെ നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ? അപ്പോ ഇത്തരത്തിൽ, അതായത് പിന്നെ എവിടെയെങ്കിലും നമ്മൾ വീഴാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു പച്ചത്തുരുമ്പുണ്ടെങ്കിൽ നമ്മൾ അത് കയറി പിടിക്കും, മാക്സിമം നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ ഡാമേജസ് ഉണ്ടാകാം. അപ്പൊ അത്തരത്തിൽ, അതായത് നമ്മുടെ ബോഡിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അതിനെ എന്ത് ചെയ്യുന്നത്? പ്രതിരോധിക്കുന്നത്, ഡിഫെൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ, അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങൾ നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ മോശമായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന ഒരു പ്രതിരോധ സംവിധാനമാണെന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വ്യക്തിക്ക്? എല്ലാ വ്യക്തികൾക്കും ഡിഫൻസ് മെക്കാനിസം ഉണ്ട് കേട്ടോ, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. മനുഷ്യനായി ജനിച്ചാല് ആ മനുഷ്യന് എന്തായാലും ഡിഫൻസ് മെക്കാനിസം ഉണ്ടാകും. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഓർത്ത് തന്നെ എപ്പോഴും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല, ഒരു കാര്യം തന്നെ സ്റ്റിക്ക് ഓൺ ആയി പോകും. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അത് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ നോർമലി ഹൈജീനിക്കും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഡിസീസ് വരും, അസുഖങ്ങൾ വരും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്തില്ലേ നമുക്ക് അസുഖങ്ങൾ വരുമല്ലോ, അത് നമ്മുടെ മരണ കാരണമാവും. അത് ആത്മഹത്യയാണ് ചെയ്യുന്നത് ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ. അതാണ് ഞാൻ വന്നത്, ആ പോയിന്റിലോട്ടാണ് വന്നത് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ നമ്മൾക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടും, ആത്മഹത്യാ പ്രവണത എന്ന് പറയും അല്ലെ? ഡിപ്രഷൻ എന്താണ്?
ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ടൊക്കെ പോകും. ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകും. അതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ. ഇല്ലേ, നമ്മൾ കുറെ അധികം ആളുകളെ ഇപ്പൊ സിനിമാ മേഖലയിൽ നിന്നൊക്കെ ചിലതൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട് അല്ലെ, ഇല്ലേ, സൂസൈഡ് ചെയ്യാറില്ലേ? അപ്പൊ നമ്മൾ ഓർക്കും അവർക്ക് എന്തിന്റെ കുറവാണ്, അവർക്ക് ക്യാഷ് ഉണ്ട്, പ്രശസ്തി ഉണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് റെസ്പെക്ട് കിട്ടുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. കാരണം അവരുടെ മനസ്സിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ആ ഡിഫൻസ് മെക്കാനിസത്തിന്റെ കുറവ് കൊണ്ടാണ് ചിലവര് സൂയിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു ധാരണ കിട്ടിയ ഡിഫൻസ് എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആകും. സംഗീത എന്താ പറയാനുള്ളത്? മാം, ഞാൻ ചോദിച്ചത് ഈ ഡിഫൻസ് മെക്കാനിസം ശരിയല്ലാത്ത ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോകില്ലേ മാം അവരെല്ലാ രീതിയിലും? ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കില് ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ശരിക്കും മാനസികമായി തകർന്നിരിക്കുന്ന ഒരാളെ അല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്? മാനസികമായി തകർന്നിരിക്കുന്ന ഒരാളെ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴും സംഗീതയ്ക്ക് ഒരു വിഷമം വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സംഗീത ആ വിഷമം കൊണ്ട് കുറെ നാളുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കും. ആരെങ്കിലും സംഗീതയെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ സംഗീതക്ക് സ്വയം മോട്ടിവേഷൻ നൽകാനോ എന്തെങ്കിലും ചില ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് തന്നെയാണ് അത് കണ്ടെത്തുന്നത്. ഡെയിലി ലൈഫിൽ എന്താണ് ഡിഫൻസ് മെക്കാനിസം, നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഡിഫൻസ് മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഹൈജീനിക് ആവുന്നു, വെയിൽ കൊള്ളുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോ ഒരു ഇതൊന്നും ചെയ്യാത്തൊരു കുറച്ച് മാനസികമായ പ്രശ്നങ്ങൾ നോക്കിയാൽ മനസ്സിലാവില്ല. അതൊന്നും ഡെയിലി ചെയ്യുന്നില്ലല്ലോ. അവരെ മുടിയായാലും താടി ഇങ്ങനെ നീറ്റല്ലാത്ത വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നടക്കുന്നതാണ്. അപ്പൊ ഡിഫൻസ് മെക്കാനിസം വർക്കാവാത്തത് കൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകേണ്ടി വന്നത്. അതൊന്നും നടക്കാത്തത് നമ്മളെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കും. നോർമലി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ അത് വർക്കാവുന്നത് കൊണ്ടാണ്. നമ്മളത് എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നീറ്റായിട്ടും കാര്യങ്ങളും നിൽക്കുന്നത്. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും. മാനസികമായിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഹൈജീനും നമ്മൾ മറന്നുപോകും, നമുക്കത് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. ഈ പിടികിട്ടാത്തവരാണെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ചിലർക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ പലരും പല ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് നമ്മൾക്ക് സറൗണ്ടിങ്സിലുള്ളത്, ചുറ്റുപാടുമുള്ളത് അല്ലെ. അപ്പൊ ചിലവർക്ക് വിഷമം വരുമ്പോൾ അവര് മാളില് പോകാറുണ്ട്, ബീച്ചിൽ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഒറ്റയ്ക്കിരിക്കാനായിട്ട്. ചില ആളുകൾ മാളില് പോകും, ഓരോ വിഷമങ്ങളൊക്കെ. ചില ആളുകൾ ബീച്ചിൽ പോകും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ബീച്ചിലൊക്കെ പോയി ഒറ്റയ്ക്കിരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വിഷമങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചില ആളുകൾ പറയും എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോൾ അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ നേർക്ക് ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പറയും അതങ്ങനെയല്ല, അതങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു, എന്നോട് ഇത് മുമ്പേ പറയണമായിരുന്നു, എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ. അങ്ങനെ പറയുന്ന പലരും ഇല്ല ഇതിനകത്ത്, ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതെന്താണ്? അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നിങ്ങൾ പറയുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അതങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങൾ, ഇതിനെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം, അതുമല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ,
അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഇത് നോട്ട് ചെയ്തിട്ട് എക്സാമ്പിളിലോട്ട് കടന്നിട്ടില്ല, എക്സാമ്പിളൊക്കെ പറയാനായിട്ട് പോകുന്നുള്ളൂ. അതിന് മുമ്പ് നിന്ന് ജസ്റ്റ് ഒന്ന് മലയാളത്തിലാണെന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ മാം ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? എന്താണ് മലയാളം എഴുതിയെടുക്കാൻ അറിയില്ലേ? അറിയില്ല. ഓക്കെ, ഞാൻ ലിനിക്ക് വേണ്ടിയിട്ട് പിന്നീട് ഇംഗ്ലീഷിൽ നോട്ട് തരാം കേട്ടോ. നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട്, നമ്മുടെ PDF തന്നെ ഉണ്ട്. അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ കൊടുക്കുന്നേന്നുള്ളൂ കേട്ടോ. ഓക്കെ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു. ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, അതായത് നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ ആയിട്ട് കഴിഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാം. ഓക്കെ, അപ്പൊ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കാന്ന് പറയുന്നത് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതല്ലേ? അല്ലേ? നിങ്ങൾ ഒരാളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയോ? ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം. പരമാവധി ഞാൻ എന്നെ സംരക്ഷിക്കാനാ നോക്കുള്ളൂ, അല്ലെ? എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാല് ഞാൻ പറയില്ല അത് എന്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയും അതിങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്, അല്ലെങ്കിൽ അവര് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്, എനിക്കൊന്നും അറിയില്ല. അപ്പൊ അത്തരത്തില് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണത് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. അതായത് ഒരു വീട്ടില് ചേട്ടനും അനിയനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, കളിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന്റെ കൈ തട്ടി അനിയൻ വീണു. ഓക്കെ, അനിയൻ വീണ് കഴിഞ്ഞാല് എന്താ സംഭവിക്കാം? ഉടനെ തന്നെ കുഞ്ഞി കരയും, അല്ലെ? കരഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക അടുക്കളയിന്ന്? ആര് വരും? അമ്മ വരും. അപ്പൊ അമ്മ ചോദിക്കും, അനിയനോട് ചോദിക്കുക, അല്ലെ? ആദ്യം ചോദിക്കാം, മോനെ എന്ത് പറ്റി, എന്തിനാ കരയണെന്ന് ചോദിക്കും. അപ്പൊ അപ്പൊ അനിയൻ കൊച്ചി പറയും, ചേട്ടൻ എന്നെ തള്ളിയിട്ടതാണ്, ചേട്ടന്റെ കൈ തെറ്റി ഞാൻ തള്ളി എന്നെ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മ മൂത്ത കുട്ടിയെ, ചേട്ടനെ പിണങ്ങും, അല്ലെങ്കിൽ തല്ലാനായിട്ട് കൈയൂങ്ങും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ തല്ലാനായിട്ട് കൈയൂങ്ങുന്ന സമയത്ത് തന്നെ കുട്ടി ഡിഫെൻഡ് ചെയ്യും, അല്ലെ? ചേട്ടൻ ആ കൊച്ച് എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യോ അമ്മ ഞാനൊന്നും ചെയ്തില്ല, താഴെ വെള്ളം വീണ് കിടപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴത്തൊലി വീണ് കിടപ്പുണ്ടായിരുന്നു, അത് തന്നെയാണ് അവൻ വീണത്. എന്റെ കൈ തട്ടി ഓക്കെ, പക്ഷെ അവൻ വീണത് ചിലപ്പോ വെള്ളം കൊണ്ട്, അല്ലെങ്കിൽ ആ പഴത്തൊലിയിൽ സ്ലിപ്പായിട്ടാണ് അവൻ വീണെന്ന് പറയും. അപ്പൊ ഇവിടെ ആരെയാ സംരക്ഷിക്കുന്നേ? സ്വയം സംരക്ഷിക്കും. ചേട്ടൻ ആ കുട്ടി എന്ത് ചെയ്യുവാണ്? ആ കുട്ടിക്ക് അല്ലെങ്കിൽ അപ്പൊ തന്നെ ചിലപ്പോ തല്ല് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കരമായിട്ട് വഴക്ക് കിട്ടിയേക്കാം. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി എന്ത് പ്രയോഗിക്കുന്നത്? ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടിയുടെ തെറ്റുകൊണ്ടാണെന്ന്, പക്ഷെ അത് ആ കുട്ടി സമ്മതിക്കില്ല. നമ്മൾ പലരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ.
നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ആളുകൾ പറയോട്ടോ എന്റെ തെറ്റാണെന്ന് തുറന്ന് പറയും. ഓക്കെ, അങ്ങനെ ചില വ്യക്തികളുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ അഭിമാനം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ മോശം പറയും ആ ഒരു ഇത് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. സംഗീതയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതൊരു തന്ത്രമാണ്. ചെറിയ മക്കളൊക്കെ അങ്ങനെയാണ്. ഇതിൽ കീറിയോ അല്ലെങ്കിൽ പൊട്ടിക്കൊക്കെ ചെയ്ത് ആരെന്ന് വെച്ചാൽ ഞാനല്ല അവനായിരിക്കും അവളായിരിക്കും എന്ന് പറയും. നമ്മൾ കണ്ടാണെങ്കിലും പറയും ഞാനല്ല എന്ന് പറയുള്ളൂ. കുഞ്ഞു കുട്ടികൾ നമ്മളില്ലേ വലിയ ആളുടെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സത്യത്തിൽ നമ്മളെ കോൺസെൻട്രേഷൻ പോയിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് തന്നെയായിരിക്കും ആ സംഭവം വീഴോ പൊളിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ. അപ്പൊ നമ്മൾ പറയും, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ കോൺസെൻട്രേഷൻ പോയിട്ടാണ് കയ്യിൽ നിന്ന് അത് പോയത്. സംഭവം നമ്മളെ കയ്യിൽ നിന്ന് പോയത് തന്നെയാണ്. അപ്പൊ ചില സമയങ്ങളിൽ എന്റെ മോള് പറയും, ഇതില് നമ്മളെ ഉമ്മ എന്തിനാ പറയുന്നേ, ഉമ്മാന്റെ കയ്യിൽ നിന്നല്ലേ അത് വീണിട്ടുള്ളത്. ഞാൻ പറയും, നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോ എന്റെ കോൺസെൻട്രേഷൻ പോയതാ. സംഭവം നമ്മളെ ന്യായീകരിക്കുന്നത് സത്യത്തിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വീണ് പോയതാണ്. ഓക്കെ. അപ്പൊ ഇത് തന്നെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തില് മനസ്സിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകളിൽ നിന്നും, ചില ഡിസ്റ്റർബൻസുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി വ്യക്തി ഉപയോഗിക്കുന്ന സംരക്ഷണ തന്ത്രങ്ങളാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം. നമ്മൾ കുറച്ച് ചേർന്ന് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫേസിന്റെ പല പ്രോബ്ലംസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ചേർന്നത് തന്നെ. അതെ. ഞാനതാണ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വേണോ? ഡിഫൻസ് മെക്കാനിസം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ് ഡിഫൻസ് മെക്കാനിസം കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിള് കുട്ടികൾ വീണതാണ്. എന്താണ് റംസീന? ഇപ്പൊ ഹസ്ബൻഡ് ഒക്കെ വന്നിട്ട് തിരിച്ച് ഗൾഫിലോട്ട് പോകുമ്പോ നമ്മൾ വിചാരിക്കും എങ്ങനെയാ ഇനി 1 വർഷം കഴിഞ്ഞു കൂട്ടാന്ന്. പക്ഷെ അതൊരു 2 ദിവസം കഴിഞ്ഞ ആ വിഷമം നോർമലി അങ്ങോട്ട് മാറിപ്പോകും അല്ലെ. എല്ലാ വർഷവും പോകുമ്പോഴും വിഷമം ഉണ്ടാവും, നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ എപ്പോ പോകുമ്പോഴും നമ്മൾ പിന്നെ ആലോചിക്കുക എങ്ങനെ ഞാൻ 1 വർഷം കഴിച്ചു കൂട്ടുന്നു. ആർക്കെങ്കിലും കേൾക്കാണ്ടോ? ഇല്ല മിസ്, ഇല്ല. മിസ്സിന്റെ ഇത് പോയി തോന്നുന്നു അല്ലേ? എന്തോ ആയിട്ടുണ്ട്. മിസ്സിന്റെ പോയതല്ലേ, ഞാൻ ഇന്ത്യ പോയതാ വിചാരിച്ചു. ഞാനും അതെ, എന്റേന്ന് കട്ടായിന്ന് വിചാരിച്ചു. ഞാനും അതെ. ഞാനും വിചാരിച്ചു സ്റ്റക്കായി പോയതായിരിക്കും ഇത് പെട്ടെന്ന്. സോറി ട്ടോ, ഇവിടെ കറണ്ട് പോയതാണ്, പെട്ടെന്ന് സിസ്റ്റം ഓഫ് ആയി പോയി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേറൊരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു കുട്ടി അച്ഛനോട് പറയുവാണ്, പെൺകുട്ടിയാണ്, അച്ഛനോട് പറയുവാണ്, എനിക്ക് സ്വർണ്ണ കൊലുസ് വേണം അച്ഛന്ന് പറയുവാണ്. ഓക്കെ, അപ്പൊ ഒറ്റ മോളാണ്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോളെ ഇന്ന് വൈകിട്ട് എന്തായാലും നിനക്ക് സ്വർണ്ണ കൊലുസ് വാങ്ങിച്ചു തരാന്ന് പറയാണ്.
അപ്പൊ ഈ കുട്ടി അച്ഛൻ ജോലിക്ക് പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്. അപ്പോ ആ സമയം മൊത്തം ഈ കുട്ടി സ്വർണ്ണ കൊലുസിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി അതിട്ട് നടക്കുന്നത്, അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് അത് നല്ലതാണെന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു എന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ഇമാജിൻ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാല്, അത് കിട്ടിയാൽ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഇട്ടിട്ട് നടക്കേണ്ടത്, ഇങ്ങനെയുള്ള പല ഇമാജിൻസ് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഈ കുട്ടിയും അതുപോലെ തന്നെ അതായത് അച്ഛൻ രാവിലെ 9 മണിയായപ്പോ പോയി തിരിച്ചു വരുന്നത് ഒരു 6 മണിയൊക്കെ ആവുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അത്രയും നേരം കുട്ടി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ വൈകുന്നേരമായി കുട്ടിയുടെ അച്ഛൻ വന്നു. അപ്പൊ കുട്ടി ചോദിക്കുവാണ്, അച്ഛൻ സ്വർണ്ണ കൊലുസ് എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പൊ അച്ഛൻ പറയുവാണ്, മോളെ കിട്ടിയില്ല എന്ന് പറയുവാണ്, സ്വർണ്ണ കൊലുസ് കിട്ടിയില്ല എന്ന് പറയുവാണ്. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുവാണ്, നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കട ഇന്ന് മുടക്കുവാണ്, അല്ലെങ്കിൽ അത് പൂട്ടിയിട്ടിരിക്കുവാണ്, തുറന്നിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പോ മേടിക്കാനായിട്ട് പറ്റിയില്ലെന്ന് പറയുവാണ്. അപ്പൊ ഈ കുട്ടിയുടെ പ്രതീക്ഷകളൊക്കെ അവിടെ പൊട്ടിച്ചെറി വീണു അല്ലെ? എന്തൊക്കെയാണ് സ്വപ്നം കണ്ടത്, പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഈ കുട്ടിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാവും? ഭയങ്കരമായിട്ട് വിഷമം വരും. അതുപോലെ തന്നെ ചിലപ്പോ കരഞ്ഞിട്ടുണ്ടാവാം കുട്ടി. അങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ആ കുട്ടിക്ക് കുറെ അധികം അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ വന്നു. കാരണം ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചതാണ്. ഓക്കെ, അപ്പോ ആ കുട്ടിക്ക് ചിലപ്പോ കരച്ചിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരിക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ വന്ന് പറയുവാണ്, മോളെ നീ വിഷമിക്കേണ്ട, നമുക്ക് നാളെ വാങ്ങിക്കാം, നാളെ എന്തായാലും നിനക്ക് സ്വർണ്ണ കൊലുസ് വാങ്ങിത്തരും, ഇനി ആ ഷോപ്പിൽ ഇല്ലെങ്കിൽ അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറയുവാണ്. ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ആ കരച്ചിലിന്റെ ആ ഒരു തീവ്രത കുറയുവാണ്. അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു വിഷമം എന്ത് ചെയ്യുവാണ്? കുറഞ്ഞു വരുവാണ്. കാരണം ആരാശ്വസിപ്പിച്ചു? ആരാണ് ആശ്വസിപ്പിച്ചേ? അച്ഛൻ അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്രയും നേരം കരഞ്ഞു അല്ലെങ്കിൽ വിഷമത്തിൽ ഉണ്ടായിരുന്ന കുട്ടി ഈ ഒരു വാക്ക് കേട്ടതോടുകൂടി എന്താണ്? റിലാക്സ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നാളെ വരെ എനിക്ക് കാത്തിരുന്നാ മതിയല്ലോ, അച്ഛൻ എന്തായാലും എനിക്ക് കൊണ്ടുതരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കുട്ടിയുടെ വിഷമങ്ങളും കാര്യങ്ങളും കുറഞ്ഞ് ആ കുട്ടി നോർമലായി തീരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആശ്വാസ വാക്കുകൾ എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാല് ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ആ ആശ്വാസ വാക്കുകൾ കേൾക്കുന്നതിലൂടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു. ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള, ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ചില ഇൻസിഡന്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോ അല്പായുസായിരിക്കും, അതിന് കുറച്ച് മാത്രമേ ആയുസ് ഉണ്ടാവുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആകും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് എക്സാമിന് തോറ്റ കുട്ടി. ഓക്കെ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. ആ 30 കുട്ടികളിൽ 29 പേരും പാസ്സായി, ഒരു കുട്ടി മാത്രം ഫെയിലായി. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് പേപ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും ഇത്. തോറ്റിട്ടുണ്ടാവണം എന്നല്ല, ചിലപ്പോൾ മാർക്ക് കുറവൊക്കെ ഉണ്ടാവാം അല്ലെ? നമ്മൾക്കും പല എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ക്ലാസ് ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് എക്സാം പേപ്പർ തരിക അല്ലെ? അപ്പൊ 29 പേരും പാസ്സായി, ഒരു കുട്ടി മാത്രം ഫെയിലായി. അപ്പൊ ഫെയിൽ ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് അന്നേരത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവും. ചിലപ്പോ സൂയിസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് വരെ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരെ കുട്ടിക്ക് ഉണ്ടാവാം. കാരണം മറ്റുള്ളവരല്ല, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യമാണ് നോക്കുന്നത് അല്ലെ? നമ്മളുടെ കാര്യമല്ല നമ്മൾ ആദ്യം നോക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് കരുതും, അവര് ഞാൻ തോറ്റത് അറിഞ്ഞല്ലോ, ഇനി അവര് മറ്റൊരാളോട് പോയി പറയൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് കൂടുതലായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ കുട്ടി വിചാരിക്കുകയാണ്, ബാക്കി 29 പേരും എന്നെ കളിയാക്കുവാണെന്ന് ഈ കുട്ടി തനിയെ വിചാരിക്കും, ഓവർ തിങ്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ, തോട്ടുകളൊക്കെ കുട്ടിയുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, പക്ഷെ അത് കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യും. എന്തായിരിക്കും ആ ഡിഫൻസ് മെക്കാനിസം?
നെക്സ്റ്റ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം. സേ എക്സാം എഴുതാമല്ലോ അല്ലെ? സേ എക്സാം എഴുതി എന്ത് ചെയ്യാം, എനിക്ക് പാസ്സാകാം എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ. അപ്പോ ഈ ഒരു അതായത് ഇത്തരത്തില് ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ പല മാർഗത്തിലൂടെ അല്ലെങ്കിൽ പല മെത്തേഡിലൂടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ്, ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഞാനിവിടെ പറഞ്ഞു സ്വന്തം, അതായത് ഒരു മനുഷ്യന് പലതരത്തിലുള്ള, അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. പലതരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കേട്ടോ. അതായത് ഒരാൾക്ക് ഇന്ന ഡിഫൻസ് മെക്കാനിസം എന്നില്ല, പലരും പല രീതിയിലാണ് ഉപയോഗിക്കുക. ചിലവരത് കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റു ചിലരുണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചില ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മൈൻഡ് ചെയ്യാതെയൊക്കെ പോവില്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള വ്യക്തികളെ? അവർക്ക് അതൊരു പ്രശ്നമേ അല്ല, ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാക്കുന്നില്ല, അങ്ങനെ വിചാരിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, അതൊരു എക്സാമ്പിൾ തന്നെയാണ്. അതായത് ഹോംവർക്ക്, അതായത് ഒരു ക്ലാസ് റൂമില് ഒരു ടീച്ചർ വരുവാണ്. ടീച്ചർ വന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന 3 പേരോട്, അതായത് എല്ലാവരും സാധാരണ ടീച്ചേഴ്സ് ഹോംവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ? ഹോംവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ടീച്ചർ വന്ന് ചോദിക്കും പിറ്റേ ദിവസം, ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്തിട്ടുള്ളത്, എല്ലാവരും ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ മിക്കവാറും കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും, വളരെ ചില ചുരുക്കം കുട്ടികൾ മാത്രം ചെയ്യാതെ വരും. അപ്പൊ ക്ലാസ് റൂമിൽ ടീച്ചർ വരുന്ന സമയത്ത് അതിനകത്ത് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന 3 പേര് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്തായാലും അവരോട് കാരണം ചോദിക്കില്ലേ? നമ്മളാണെങ്കിൽ ചോദിക്കില്ലേ, എന്തുകൊണ്ടാ ചെയ്യാത്തതെന്ന് ചോദിക്കും അല്ലെ? അപ്പൊ ആദ്യത്തെ കുട്ടിയോട് ചോദിച്ചു. ആദ്യത്തെ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ മറന്നുപോയി ടീച്ചറെ എന്നാണ്. ഓക്കെ, ഞാൻ മറന്നുപോയി. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ പറയുന്ന, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് മറന്നുപോയി. ദെൻ രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചറെ, എന്റെ ഹോംവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്റെ അമ്മയാണ് എന്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നത്. ഇന്നലെ എന്റെ അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് എന്റെ കൂടെ ഇരിക്കാൻ സാധിച്ചില്ല, എനിക്ക് ഹോംവർക്ക് ചെയ്യാനും സാധിച്ചില്ല. രണ്ടാമത്തെ കുട്ടിയുടെ മറുപടിയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കുട്ടി മറന്നുപോയെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് അത് പറയാൻ പറ്റില്ല, വീണ്ടും അതന്നെ റിപ്പീറ്റേഷൻ വരില്ലേ? അപ്പൊ ഈ കുട്ടി ആ കുട്ടി കണ്ടുപിടിച്ചൊരു മെക്കാനിസം ആണ് എന്ത്, അമ്മ കൂടെ ഇരുന്നില്ല, അമ്മ കൂടെ ഇരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഹോംവർക്ക് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നതെന്ന്. അപ്പൊ മൂന്നാമത്തെ കുട്ടി പറയുവാണ്, ടീച്ചറെ, ഞാൻ മറന്നുപോയില്ല, അതുപോലെ എന്റെ അമ്മ ആ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. ഞാൻ ബുക്ക് എടുത്തു വെച്ചു, പെൻസിൽ എടുത്തു, എഴുതാൻ തുടങ്ങി, മൊന ഒടിഞ്ഞുപോയി. വേറെ പെൻസിൽ എന്റെ അടുത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പോ ഈ തരത്തിൽ, അതായത് ഈ 3 കുട്ടികളും 3 രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിച്ചത്. ഒരാള് മറന്നുപോയി എന്ന് പറഞ്ഞു, ഒരാൾ അമ്മ കൂടെ ഇരുന്നില്ല എന്ന് പറഞ്ഞു, ഒരാള് പെൻസിൽ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ 3 പേർക്കും പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഹോംവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അവരെ സ്വയം കുറ്റപ്പെടുത്താതെ മറ്റു ചില കാര്യങ്ങളിൽ ആ തെറ്റ് എന്താണ് ചുമത്താനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അപ്പൊ പെൻസിലിന്റെ കുറ്റമാണ് അല്ലെ? ആ മൂന്നാമത്തെ കുട്ടി പറഞ്ഞത് പെൻസിൽ ഒടിഞ്ഞു പോയത് കൊണ്ടാണ്, മോനെ ഒടിഞ്ഞു പോയി, കട്ടർ ഉണ്ടായില്ല, വേറെ പെൻസിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊക്കെ, അതായത് പെൻസിലിനെയാണ് അവിടെ കുറ്റം ചേരുന്നത്. മിസ്, ഞാന് സ്കൂളിൽ പഠിച്ചത് മിക്ക ദിവസം വൈകിയ ക്ലാസ്സിൽ പോവുള്ളൂ. +2 പഠിക്കുന്ന സമയത്ത് വീടിന്റെ 10 മിനിറ്റ് നടന്നാൽ സ്കൂളിലേക്ക്, പക്ഷെ ഞാൻ ഇന്ന് വൈകിയേ പോവുള്ളൂ. +1 പഠിക്കുന്ന സമയത്ത് 3ാമത്തെ ഞങ്ങളുടെ ക്ലാസ്, 3ാമത്തെ നില വരെ നടന്ന് കയറി പോകണം. അപ്പൊ ഒരു ദിവസം വൈകിപ്പോയി, എന്നത്തെ പോലെ അന്നും വൈകി. അപ്പൊ സാറ് ചോദിച്ചു, നീ എന്താ വൈകിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, സാറിന്റെ വീട്ടിലെ ക്ലോക്ക് കേടായിരുന്നു എന്ന് പറഞ്ഞു. സാറ് ഇരുന്ന് ചിരി ഒടുങ്ങി. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇരുന്ന് ചിരിയായിരുന്നു. സാറിന് മനസ്സിലായി, നോടെ പറഞ്ഞ സാറിന് മനസ്സിലായി. എല്ലാവരും ഇരുന്ന് ചിരി ഒടുങ്ങി.
അതിപ്പറ്റി ഞാൻ പിന്നെ കൺട്രോൾ ചെയ്ത് ഞാൻ മാക്സിമം നേരത്തെ ആക്കാൻ തുടങ്ങി. +2 പഠിച്ചിട്ടൊക്കെ ഫുൾ നേരത്തെ പോയി തുടങ്ങി. ഞാൻ എന്ന് വൈകിയായിരുന്നു സ്കൂളിലായാലും +1 പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ടോപ്പിക്? ഡിഫൻസ് മെക്കാനിസം കുഴപ്പമില്ലല്ലോ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, എന്നാലും ചോദിക്കുവാണ് ഞാൻ. വേറൊരു കാര്യം പറയാം. അതായത് ഒരു വ്യക്തി, അദ്ദേഹത്തിന് 10 മണിക്കാണ് ഓഫീസിൽ എത്തേണ്ടത്. ഓക്കെ, 1 മണിക്കൂറുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം. ഓക്കെ, അപ്പൊ 9 മണിക്ക് ഇറങ്ങിയാലാണ് അദ്ദേഹത്തിന് 10 മണിക്ക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കൃത്യമായിട്ട്, അതായത് ട്രാഫിക് ജാം ഒക്കെ കഴിഞ്ഞ് കൃത്യമായിട്ട് 10 മണിക്ക് ഓഫീസിൽ എത്താനായിട്ട് സാധിക്കുക. ഒരു ദിവസം അദ്ദേഹം 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, അദ്ദേഹം ചെന്നപ്പോൾ 10:15. അപ്പൊ സീനിയർ ആയിട്ടുള്ള ഓഫീസർ ചോദിച്ചു, എന്താണ് ഇത്ര ലേറ്റ് ആയത്, 10 മണിക്ക് എന്നെ പഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറയുവാണ്, ബ്ലോക്കിലൊക്കെ പെട്ടുപോയി, അല്ലെങ്കിൽ ട്രാഫിക് ജാം ആയിരുന്നു, അതുകൊണ്ടാണ്, എന്റെ കുറ്റമല്ല, ട്രാഫിക് ജാം ആയതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 9 മണിക്കാണ് ഇറങ്ങേണ്ടത്, പക്ഷെ 9:15 അദ്ദേഹം ഇറങ്ങിയത് കൊണ്ടാണ് അദ്ദേഹം ലേറ്റ് ആയിട്ട് ഓഫീസിൽ എത്തിയത്. അതിന് ബ്ലോക്കിനെ അല്ലെങ്കിൽ ട്രാഫിക് ജാമിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇവിടെയൊക്കെ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു. അതായത് റിയൽ ആയിട്ടുള്ള സംഭവത്തെ അവിടെ വളച്ചൊടിച്ച് ചുരുട്ടിക്കുട്ടിയിടുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യം, അതായത് റിയാലിറ്റിയെ വളച്ചൊടിച്ചു, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ റിജക്ട് ചെയ്യുന്നു കുറെ കാര്യങ്ങൾ. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിജക്ട് ചെയ്തിട്ട് വ്യക്തിക്ക് എന്താണോ തോന്നുന്നത്, വ്യക്തിക്ക് വ്യക്തിയെ സംരക്ഷിക്കാൻ എന്താണോ തോന്നുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ചില കുട്ടികളുണ്ട് ക്ലാസ് റൂമിൽ ടീച്ചർ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടുന്നുണ്ടാകാം. അപ്പൊ പിറ്റേ ദിവസം പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പഠിച്ചെന്ന് പറയും, ഭൂരിഭാഗം പേരും പഠിച്ചെന്നായിരിക്കും പറയാ. മറ്റു ചില ബിരുദന്മാരുണ്ട്, അവർ പഠിച്ചിട്ടില്ല എന്നായിരിക്കും പറയാം. അപ്പൊ തീർച്ചയായിട്ടും കാരണം ചോദിക്കും, അല്ലെ, എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിക്കും, അല്ലെ? അപ്പോ ചില കുട്ടികൾ പറയും, അതായത് എന്റെ തൊട്ട് അടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ആ മരണ വീട് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല, അവിടെ നിറച്ച ആൾക്കൂട്ടായിരുന്നു, ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമായിരുന്നു, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയും. ഓക്കെ, ഇനി ചില കുട്ടികൾ പറയും കറണ്ട് ഇല്ലായിരുന്നു, പവർ കട്ട്, കറണ്ട് പോയി, കറണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് പറയും. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്. അപ്പോ ഇത്തരത്തിലൊക്കെ ഉള്ള ഓരോരോ മെക്കാനിസം, പ്രതിരോധ തന്ത്രങ്ങളാണ് ആളുകൾ, അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തികളിലും മുതിർന്ന ആളുകളിലും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, കുഞ്ഞുങ്ങളിലും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. എല്ലാത്തരം ആളുകളിലും നമുക്ക് ഡിഫൻസ് മെക്കാനിസം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് എഴുതിയെടുക്കാൻ പറഞ്ഞ ആ കാര്യം ഞാൻ ഒന്നും കൂടി വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, മനസ്സിലായോ എന്ന് നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യുക. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നു. ഓക്കെയാണ്? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഡിഫൻസ് മെക്കാനിസം അഥവാ മെന്റൽ മെക്കാനിസം. ഓക്കെ, നമ്മുടെ മനസ്സാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ മെന്റൽ മെക്കാനിസം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഓക്കെ, കുറേയധികം അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, റിയാലിറ്റിയെ നിഷേധിക്കുന്നു, അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ, അതായത് വ്യക്തിക്ക് എന്താണോ തോന്നുന്നത്, ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണോ ഒരു പ്രശ്നം വന്നാല് ഞാൻ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. എന്നെ രക്ഷിക്കാനാണ് ഞാൻ ആദ്യം നോക്കുകയുള്ളൂ, അല്ലെ? മറ്റുള്ളവരല്ല എന്റെ കൺസേൺ എന്ന് പറയുന്നത്. ആദ്യം എന്നെ രക്ഷിക്കണം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ വേണമെങ്കിൽ രക്ഷിക്കാം, അല്ലെ? അപ്പൊ അതാരായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ കുറെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ആ PDF ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ
ഒന്നും കൂടി റീഡ് ചെയ്തേ. എന്നിട്ട് 100% മനസ്സിലായിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യുക കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷനെ ഒന്ന് കണക്ട് ചെയ്യുക. മിസ്, എനിക്ക് കുറച്ച് ക്ലാസ്സിൽ മിസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനത് കേട്ടിട്ട് നോക്കാൻ പറയാം. ഇടയ്ക്ക് വെച്ചിട്ട് അല്ല, ഇപ്പൊ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടേ, ഓട്ടിസം സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും അതിന്റെ ഇടയിൽ പഞ്ചായത്തിൽ നിന്ന് 2-3 ആള് വന്നു. അപ്പൊ ഞാന് ലെഫ്റ്റ് ആയി. എന്നിട്ട് പിന്നെ ഇപ്പൊ കേറി. അപ്പൊ ഒരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ. അപ്പൊ തമ്പി ഇതാ, ഞാനും ഒന്നുകൂടി ഇനി റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കാന്ന് പറയും. റെക്കോർഡ് ക്ലാസ് കേട്ടാ മതി കേട്ടോ. ഓക്കെ ഓക്കെ. അതിൽ കുറേയധികം ഡിഫൻസ് മെക്കാനിസംസ് പറയുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും കേട്ടോ. കുറേയധികം പേരുകൾ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പോ. അല്ലാത്തത് വായിച്ചാൽ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും. അപ്പോ ഞാൻ പറഞ്ഞു, വ്യത്യസ്ത രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഉള്ളത്. അപ്പൊ അതിന് പല പേരുകളുണ്ട്. ആ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. റേഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സബ്ലിമേഷൻ, റിപ്രഷൻ, നെഗറ്റിവിസം ആൻഡ് സിമ്പത്തിസം, വിഡ്രോവൽ, ഡേ ഡ്രീമിംഗ് ഓർ ഫാന്റസി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ക്ലാസ് പോവുക. കറണ്ട് ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ PDF-ലുള്ള അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ പോവില്ല. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം ആയതുകൊണ്ടാണ്. സൈക്കോളജി ഉണ്ട് കുറച്ച്, അതുകൊണ്ട് PDF-ലുള്ള കാര്യങ്ങൾക്ക് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് റസ്മിന? താങ്ക് യു മാം പറഞ്ഞത്. ഓക്കെ ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഞാനൊരു 2 വരി പാട്ട് പാടാൻ ശ്രമിക്കാം മാഡം. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം, മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം, എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കയോ,
എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ആ അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ആ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. ആ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആണ് കേട്ടോ. എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.